നമസ്തേ. ഇന്ന് 10ാം ക്ലാസ്സിലെ കേരള സിലബസിലെ മലയാള പുസ്തകം അഥവാ കേരള പാഠാവലിയുടെ ആദ്യ യൂണിറ്റിലെ അതിൻ്റെ പേര് ഭാഷ പോത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിലെ പ്രഥമ പാഠമായ കഥകളതി മോഹനം എന്ന പാഠത്തെ ആധാരമാക്കി നമുക്കൊന്ന് കാര്യങ്ങൾ വിശകലനം ചെയ്യാം. അപ്പോൾ ഈ പാഠം അല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്നവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെ അയച്ചു കൊടുത്തവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലാക്കണമെന്നും അവരോടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുന്ന കാര്യം പറയണം. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാഠം എഴുതിയിട്ടുള്ളത് ആരാണെന്ന് നോക്കാം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അപ്പോൾ കഥകളതി മോഹനം എന്ന ഈ പാഠഭാഗം എഴുതിയിട്ടുള്ളത് എഴുത്തച്ഛനാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിൽ നിന്നുമാണ് എഴുതിയിട്ടുള്ളത്. മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിലേതാണ് ഈ പാഠഭാഗം. ഇനി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം പ്രാചീന കവിത്രയത്തിൽ അല്ലെങ്കിൽ ആദിമ കവിത്രയത്തിൽ ഒരാളാണ്. അപ്പോൾ ഈ ആരൊക്കെയാണ് പ്രാചീന കവിത്രയം അല്ലെങ്കിൽ ആദിമ കവിത്രയം എന്നറിയപ്പെടുന്നത്? അത് നമുക്ക് നോക്കേണ്ടതുണ്ട്. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ ഈ 3 പേരെയാണ് പ്രാചീന കവിത്രയം അല്ലെങ്കിൽ ആദിമ കവിത്രയം എന്നറിയപ്പെടുന്നത്. അതിൽ ആദിമ കവിത്രയത്തിൽ 16ാം ശതകത്തിൻ്റെ ഉത്തരാർദ്ധത്തിൽ ജീവിച്ചിരുന്ന കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഇപ്പോൾ ക്രിസ്തുവർഷം 16ാം ശതകത്തിൻ്റെ ഉത്തരാർദ്ധത്തിൽ അഥവാ കൊല്ലവർഷം 700-നും 800-നും ഇടയ്ക്ക് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ അഥവാ വെട്ടത്തു നാട്ടിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ്റെ ജനനം. അദ്ദേഹത്തിനെ നിരൂപകർ ചില കാര്യങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ആധുനിക മലയാള ഭാഷയുടെ പിതാവ്. അപ്പം നമുക്കിത് പഠിക്കുന്ന അവസരത്തിൽ അസൈൻമെൻ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ചോദിക്കാം, ഉപന്യാസമായിട്ട് ചോദിക്കാം. അപ്പം അതിന് ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കണം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് മുൻപ് ജീവിച്ചിരുന്ന കവിയാണ് ചെറുശ്ശേരി. എന്നാൽ എഴുത്തച്ഛനെയാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തുക. അപ്പം ഇത് നമ്മളത് അറിഞ്ഞിരിക്കണം. അപ്പം അദ്ദേഹത്തെ ഒരുപാട് വിശേഷിപ്പിക്കപ്പെടുന്ന ഏതൊക്കെ തരത്തിലാണ്? ആധുനിക മലയാള ഭാഷയുടെ പിതാവ്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, മലയാള ഭക്തി പ്രസ്ഥാന പ്രയോക്താക്കളിൽ പ്രമുഖൻ, മലയാള അക്ഷരമാലക്രമം ചിട്ടപ്പെടുത്തിയാൽ നിലത്തെഴുത്ത് പ്രചാരത്തിൽ കൊണ്ടുവന്ന സാർവത്രിക വിദ്യാഭ്യാസം എന്ന ഇന്നത്തെ ആശയം ഉടലെടുക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നിലത്തെഴുത്ത് പ്രചാരത്തിൽ കൊണ്ടുവന്നു. എന്തിനു വേണ്ടി? എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന നയം കൊണ്ടുവരുന്നതിന് വേണ്ടി. അതുപോലെ തത്വചിന്തകൻ, രാമായണ ഗാനഗന്ധർവൻ, മറ്റൊന്നുകൂടെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് ആധുനിക മലയാള കവിതയുടെ പരിഷ്കർത്താവ് എന്നിങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിൽ ഈ ഇത്രയും പോയിന്റ്സുകളെ വിശദീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് അസൈൻമെന്റും അതുപോലെ തന്നെ ഉപന്യാസമൊക്കെ തയ്യാറാക്കുന്നുണ്ട്. പുസ്തകത്തിലെ അവസാന ചോദ്യം എന്ന് പറയുന്നത് ഒരു ഉപന്യാസമാണ്. ആ ഉപന്യാസ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ചോദ്യമെന്ന് നോക്കിയിട്ട് ഇതിൻ്റെ വളരെ സുന്ദരമായ ഒരു ചോദ്യഭാഗമാണ്. അത് നമുക്ക് പഠിക്കേണ്ടത് തന്നെയാണ്. നോക്കാം എന്താണ്. കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിലെ വരികൾ തന്നതിന്
ശേഷം തന്നുള്ളത് മുകളിൽ നൽകിയ കാവ്യഭാഗങ്ങളും പാഠഭാഗവും വിശകലനം ചെയ്ത പ്രയോഗഭംഗി, ശബ്ദഭംഗി, വാങ്മയ ചിത്രങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനയുടെ സവിശേഷതകളെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കാം. ഇങ്ങനെ ഒരു ഉപന്യാസം ചോദിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തുക. ഇത് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശരിയാണോ? അതുപോലെ തന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത് ശരിയാണോ? നമുക്ക് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നുള്ളത് പറയുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവെന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ശരിയാണോ? അതുകൂടെ നോക്കാം. അപ്പോൾ എഴുത്തച്ഛന്റെ ജീവിത കാലഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ മലയാള ഭാഷയെ സ്വാംശീകരിച്ചിരുന്നു, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇപ്പം എഴുത്തച്ഛൻ്റെ 16-ാം ശതകം എന്ന് പറയുന്നത് മലയാള ഭാഷയെ, മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങൾ അതിനെ കൈയടക്കിയിരുന്നു, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. അത് ഏതൊക്കെയാണ്? ഒന്ന് പാട്ട് പ്രസ്ഥാനം, മറ്റൊന്ന് മണിപ്രവാള പ്രസ്ഥാനം. പാട്ട്, മണിപ്രവാളം. അതിലെന്താണ് പാട്ട് എന്ന് പറയുന്നത്? അതിൻ്റെ ലക്ഷണം ഇതാണ്: ദ്രമിഡ സംഘാതാക്ഷരനിബദ്ധം യതുക മോന വൃത്തവിശേഷയുക്തം പാട്ട്. എന്നൂടെ പറയാം: ദ്രമിഡ സംഘാതാക്ഷരനിബദ്ധം യതുക മോന വൃത്തവിശേഷയുക്തം പാട്ട്. ഇപ്പൊ ദ്രാവിഡ ഭാഷകൾ, പ്രധാനപ്പെട്ട 4 ദ്രാവിഡ ഭാഷകൾ, അതിൽ പ്രധാനവും പ്രാചീനവുമായത് തമിഴാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം. ഈ 4 ഭാഷകളിൽ ഏറ്റവും പ്രധാനം, പ്രാചീനം തമിഴാണ്. ആ തമിഴ് അക്ഷരമാലയിലുള്ള അക്ഷരങ്ങളെ മാത്രം കോർത്തിണക്കിക്കൊണ്ട് മലയാളവും കൂട്ടിയിണക്കി പിന്നെ യതുക, മോന തുടങ്ങിയ പ്രാസവ്യവസ്ഥകളോടുകൂടി, അതെന്താണെന്ന് പാഠം പഠിക്കുന്ന അവസരം നോക്കാം. പ്രാസവ്യവസ്ഥകളോടുകൂടി വൃത്തനിബദ്ധമായി പാഠം പഠിക്കുന്നതിന് മുമ്പ് ഞാനിത് ഈ രണ്ടാമത്തെ പോയിന്റ് എടുത്തതിന് കാരണം അതാണ്. വൃത്തനിബദ്ധമായി കവിത എഴുതുന്ന രീതിക്ക് പറയുന്ന പേരാണ് പാട്ട്. ഇപ്പൊ തമിഴക്ഷരമാലയിലുള്ള അക്ഷരങ്ങളെ മാത്രം കോർത്തിണക്കിക്കൊണ്ട് മലയാളവും കൂടെ ചേർത്ത് കവിത എഴുതുന്ന രീതി. കാനനങ്ങളിലരൻകളിറുമായി എന്ന് തുടങ്ങുന്നതായ വരികൾ, നമ്മുടെ രാമചരിതത്തിലെ വരികൾ. അപ്പൊ ഇത് മലയാള ഭാഷയ്ക്ക് ഉപകാരപ്പെടില്ല. തമിഴിന് ഉപകാരമാണോ, തമിഴാണോ അതുമല്ല, മലയാളമാണോ അതുമല്ല എന്നുള്ള രീതിയിൽ ഒരു മിശ്ര ഭാഷാ രീതി. ഇത് എഴുത്തച്ഛൻ ഒന്ന് പരിഷ്കരിച്ചു. ഇത് ശരിയായ രീതിയല്ല, മലയാള ഭാഷയ്ക്ക് ഗുണം ചെയ്യില്ല എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം അതിൽ നിന്നൊരു മാറ്റം ആഗ്രഹിച്ചു. അതിനുവേണ്ടിയുള്ള കർമ്മങ്ങൾ ആവിഷ്കരിച്ചു. രണ്ടാമത്തെ പ്രസ്ഥാനം എന്ന് പറയുന്നത് മണിപ്രവാളം. എന്താ ഈ മണിപ്രവാളം എന്ന് പറയുന്നത്? ഭാഷാ സംസ്കൃതയോഗോ മണിപ്രവാളം. ഭാഷാപദങ്ങളും, ഏത് ഭാഷാപദം? മലയാള പദങ്ങളും സംസ്കൃതവും കൂട്ടിച്ചേർത്ത് ഒരു കാവ്യ വാർത്തെടുക്കുന്ന അല്ലെങ്കിൽ സാഹിത്യം നിലനിർത്തുന്ന രീതിയാണ് മണിപ്രവാളം. അതിന് പ്രാധാന്യം സംസ്കൃതത്തിനാണ്. സംസ്കൃതമാകുന്ന പ്രവാളവും മലയാള ഭാഷയാകുന്ന പവിഴവും ചേർത്ത് എപ്രകാരമാണോ സൂത്രേ മണിഗണായിവ, ഒരു മനോഹരമായ ചരടിൽ മുത്തും പവിഴവും ചേർത്ത് മാല കോർത്താൽ എങ്ങനെ വേർതിരിച്ചറിയാതിരിക്കുമോ, അതേ രീതിയിൽ കാവ്യരചന നടത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് മണിപ്രവാളം. ഇതും മലയാള ഭാഷയ്ക്ക് വേണ്ടത്ര പുരോഗതി ഉണ്ടാക്കില്ല എന്ന് കണ്ടുകൊണ്ട് എഴുത്തച്ഛൻ മണിപ്രവാള ശൈലിയെയും ത്യജിച്ചു. ഇപ്പോൾ പാട്ടിനെ അത് മലയാള ഭാഷയ്ക്ക് ഉചിതമാകുമോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് കണ്ട അദ്ദേഹം മണിപ്രവാളവും മലയാള ഭാഷയ്ക്ക് ഉചിതമല്ല, എന്നാൽ സ്വീകരിക്കേണ്ട നല്ലവയെ, സംസ്കൃതത്തിൻ്റെ അക്ഷയഖനികളിൽ നിന്നും സ്വീകരിക്കേണ്ട നല്ല പദങ്ങളെ എടുത്തുകൊണ്ട്, ധാരാളം പദങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ സ്വന്തമാക്കി തീർത്തു. ഇന്ന് കാണുന്ന തരത്തിൽ മലയാളത്തിന് ഇത്രമാത്രം പദസഞ്ചയം
ലഭ്യമാക്കിയത്, മലയാളത്തിൻ്റെ സ്വന്തമാക്കിയത് എഴുത്തച്ഛൻ്റെ സംഭാവനയാണ്. അപ്പം ഇത് നമുക്ക് പാഠം പഠിക്കുന്ന അവസരത്തിൽ അങ്ങനെയുള്ള പദങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ രണ്ട് ശൈലിയെ മാറ്റി വെച്ചുകൊണ്ട് ഒരു പുതിയ ഭാഷാക്രമത്തിന് അദ്ദേഹം രൂപം കൊടുത്തു. അതുകൊണ്ടാണ് പിന്നീട് വന്നതായ കുഞ്ഞിക്കുട്ടനമ്പുരാനെ പോലുള്ളവർ പറഞ്ഞത് നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാക്രമം കണക്കെ എന്ന് പറയാൻ ഇടയായത്. അദ്ദേഹം ഒരു ഭാഷാ ശൈലി അല്ലെങ്കിൽ കവിത ചൊല്ലുന്ന രീതിക്കൊരു പുതിയ മാനം കണ്ടെത്തി. അതെന്തായിരുന്നു? കിളിപ്പാട്ട്. കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന രീതി. ചൊല്ലടോ ശാരികേ ശാരിക പൈതലാനും ചൊല്ലിയിടിനാൻ തത്തേ വരികരികത്തിരി സൽക്കഥാശേഷമൊക്കെയും ചൊല്ലുനീ താമകൾ കൻപുള്ള തത്തേ എന്നിങ്ങനെയുള്ളതായ ശൈലിയിൽ മനോഹരമായി കഥകൾ കവിതാരൂപത്തിൽ അവതരിപ്പിക്കുന്ന കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്നു. അതിനെ നമുക്ക് വിശദീകരിച്ച് പഠിക്കുന്ന അവസരത്തിൽ അത് നോക്കാം. എന്തുകൊണ്ടാണ് ഇരിക്കാം അങ്ങനെ കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്നത്? ഈ കിളിയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന കിളിപ്പാട്ട് രീതിയിൽ അതിൽ പ്രധാനമായി 4 തരത്തിലുള്ള വൃത്തങ്ങളുണ്ട്. ഏതൊക്കെയാണ് 4 വൃത്തങ്ങൾ? കേക, കാകളി, കളകാഞ്ചി, അന്നനള. കേക, കാകളി, കളകാഞ്ചി, അന്നനള. ഈ 4 എണ്ണത്തിന് പ്രധാന കിളിപ്പാട്ട് വൃത്തങ്ങളായി അംഗീകരിക്കപ്പെടുന്നു. അതിൽ രണ്ടാമത് പറഞ്ഞതായ കിളിപ്പാട്ട് വൃത്തത്തിലെ കാകളി വൃത്തത്തിലാണ് നമുക്ക് ഈ പാഠഭാഗം എടുത്തിട്ടുള്ളത്. പഞ്ചവർണ്ണ കിളി പെൺകിടാവേ തെളിഞ്ഞ് എൻ ചെവി രണ്ടും കുളിർക്ക പറകവി. ഇതാണ് ആദ്യത്തെ 2 വരി, പാഠഭാഗത്തിലെ ആദ്യത്തെ 2 വരി. ഇതിനെന്താ പ്രത്യേകത? നമുക്ക് പരീക്ഷയ്ക്ക് 2 മാർക്കിൻ്റെ ചോദ്യം നേരത്തെയും ചോദിക്കാറുണ്ടായിരുന്നു. സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്തുക. കവിതയോട് നമുക്ക് ആഭിമുഖ്യം ഉണ്ടാകുന്നതിന് വേണ്ടി കവിതാ രചനയ്ക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നിങ്ങനെയുള്ള ഭാഷാപരമായ സാംസ്കാരികപരമായ ഔന്നത്യത്തിൽ വിദ്യാർത്ഥികളെ എത്തിക്കാൻ വേണ്ടി, കാവ്യ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഒരു മാർഗമാണ് ഇത് സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്തുക. അപ്പം സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണ അക്ഷരങ്ങളിനെ നോക്കും. ലഘുവാണോ, ഗുരുവാണോ, അല്ലെങ്കിൽ ഹ്രസ്വമാണോ, ദീർഘമാണോ എന്നിങ്ങനെ നോക്കും. അവയെ ഈണത്തിൽ ചൊല്ലാൻ സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. ഇവിടെ നമുക്ക് നോക്കാം ഒരു വരിയിൽ എത്ര അക്ഷരമുണ്ട് എന്ന് നോക്കാം. ആദ്യത്തെ വരിയിൽ 12 അക്ഷരമാണ് ഉള്ളത്. ആദ്യത്തെ വരിയിലുള്ളത് 12 അക്ഷരം. രണ്ടാമത്തെ വരിയിലും 12 അക്ഷരം. അങ്ങനെ 12 അക്ഷരം വീതം വരുന്ന 2 വരികൾ. ഒരു വരിയിൽ താഴേക്ക് നോക്കുമ്പോൾ തന്നെയാണ് 12 അക്ഷരം വീതമുള്ള വരികൾ. അതിനെ പറയുന്നത് മാത്ര 5 അക്ഷരം 3 വരുന്നോരു ഗണങ്ങളെ 8 ചേർത്തുള്ള ഒരു ഈരടിക്ക് ചൊല്ലാം കാകളി എന്നത്. അപ്പം 12 അക്ഷരം വീതമുള്ള 2 വരികൾ, ഈ 2 വരികൾ. അതിൽ അതിൻ്റെ ഗണവ്യവസ്ഥകളൊക്കെ ഉണ്ട്, നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ അത് വിശദീകരിച്ച് പഠിക്കേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ രീതി അനുസരിച്ച്. ഇനി ഇവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 വരിയിലും 12 അക്ഷരം വീതമാണ്. ഇങ്ങനെ 12 അക്ഷരം വീതമുള്ള വരികൾ ചെറുശ്ശേരി കവിതകളെ പോലെ തന്നെ, അല്ലെങ്കിൽ ചെറുശ്ശേരിയുടെ ഗാഥയിലുള്ള കൃഷ്ണഗാഥയിലെ വരികളെ പോലെ തന്നെ, മഞ്ചരി വൃത്തത്തിലുള്ള വരികളെ പോലെ തന്നെ ഭംഗിയായി ചൊല്ലാം. ചെറിയൊരു വ്യത്യാസമുള്ളൂ. രണ്ടാമത്തെ വരി 10 അക്ഷരമാണെങ്കിൽ അല്ലെങ്കിൽ 2 അക്ഷരം കുറച്ച് കഴിഞ്ഞാൽ അതിനെന്തായിരിക്കും? മഞ്ചരിയാക്കാം. ഇതാണ് കാകളി മഞ്ചരി എന്നുള്ള വ്യത്യാസം. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ഏത് വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്? കാകളി വൃത്തം. ഏത് ഇടത്തിലും പാടി രസിക്കാം. പഞ്ചവർണ്ണ കിളി പെൺകിടാവേ തെളിഞ്ഞെഞ്ചരി രണ്ടും കുളിർക്ക പറകവി. ഇത് മഞ്ചരി വൃത്തത്തിന്റെ ശൈലി ചൊല്ലാണ്. പഞ്ചവർണ്ണ കിളി പെൺകിടാവേ തെളിഞ്ഞ എഞ്ചരി രണ്ടും കുളിർക്ക പറകവി. പഞ്ചവർണ്ണ കിളി പെൺകിടാവേ തെളിഞ്ഞ എഞ്ചരി രണ്ടും കൊളുർക്ക പറകവി. അങ്ങനെ ഏത് ഇണത്തിലും പഞ്ചവർണ്ണ
ഈണത്തിലും നമ്മൾ സന്ധ്യാനാമം ജപിക്കുന്ന ഒരു ഉണ്ടല്ലോ, അഞ്ജന ശ്രീധര എന്നുള്ള രീതിയിൽ, അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേ പഞ്ചവർണ്ണ പെൺകിടാവേ തെളിഞ്ഞ് എഞ്ചലി രണ്ടും കൊടുക്ക പറകനീ. സാധാരണ നാടൻ ചെയ്യുന്നല്ലോ, അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ പഞ്ചവർണ്ണ കിളി പെൺകിടാവേ തെളിഞ്ഞ്. അങ്ങനെ ഏതീണത്തിലും സുന്ദരമായി ചൊല്ലാം. നമ്മുടെ ഒരു മനോഹരമായ ചലച്ചിത്രമാണുള്ളത്, പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പഞ്ചവർണ്ണ കിളി പെൺകിടാവേ തെളിഞ്ഞ് എഞ്ചലി രണ്ടും കൊളുക്ക പറകനീ. ഇപ്പോൾ ഏത് ഈണത്തിലും പാടി രസിക്കാവുന്ന സുന്ദരമായ ഒരു വൃത്തമാണ് മഞ്ചരിയെപ്പോലെ തന്നെ കാകളിയും. അപ്പം ഇങ്ങനെ ഏതൊക്കെയാണ് കിളിപ്പാട്ടിലെ വൃത്തങ്ങൾ എന്ന് പറയുന്നത്? കേക, കാകളി, കളകാഞ്ചി, അന്നാഹ. അപ്പം ഇത് അവധി കഴിഞ്ഞു. ഇനി ആദ്യത്തെ ആ പോയിന്റ്സിലേക്ക് തന്നെ നോക്കി അതുകൂടെ നമുക്കൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം. ഏതാണ്? ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിക്കപ്പെടുന്നു. അതിൽ എഴുത്തച്ഛനെ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ ഒരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിൽ മലയാള ഭാഷയുടെ ശോചനീയാവസ്ഥ രണ്ട് തരത്തിലുള്ള പ്രസ്ഥാനങ്ങളിൽ പെട്ടിരുന്നു. അതിൽ പാട്ട്, മണിപ്രവാളം, ഇത് രണ്ടും ഭാഷയ്ക്ക് ഗുണം ചെയ്യില്ല. കാനനങ്ങളിൽ മലയാളവും തമിഴും കൂടെ ചേർത്തുള്ള ശൈലി, അപ്പം ഇങ്ങനെയുള്ളതായ ഭാഷാശൈലി, കാനനങ്ങളിലരൻ കളിറുമായി കാർന്നിടും കണ്ണുമ വിളയാടി നടന്നാനനം നല്ല വടിവുള്ളാന വടിവായവതരിത്താതിയെ എന്നിങ്ങനെയുള്ള ഭാഷാശൈലി മലയാളത്തിന് ഗുണം ചെയ്യില്ല. പറയാറുണ്ടല്ലോ, കാക്ക കൊക്കിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഹംസത്തിനെ കണ്ടിട്ട് അതേ രീതിയിലൊന്ന് നടത്തം പഠിക്കാൻ ശ്രമിച്ചു. കുറേയേറെ നടന്നിട്ടും ശരിയായിരുന്നില്ല. അവസാനം കാക്ക തീരുമാനിച്ചു, നമുക്ക് പഴയ രീതിയിൽ നടത്തം തന്നെ ശീലിക്കാം. അങ്ങനെ കാക്കയുടെ സ്വതസിദ്ധമായ നടത്തം പരിശീലിക്കാൻ ശ്രമിച്ച അവസരത്തിൽ പഴയ നടത്തം ഉണ്ടോ? അതുമില്ല. എന്നാൽ ഹംസത്തിൻ്റെ അല്ലെങ്കിൽ അരയന്നത്തിൻ്റെ നടത്തം കിട്ടിയോ? അതുമില്ല. എന്ന് പറയുന്ന പോലെ മലയാളമാണോ? അതുമല്ല. സംസ്കൃതമാണോ? അതുമല്ല. അല്ലെങ്കിൽ തമിഴാണോ? ഇതുമല്ല. സ്വത്വം നഷ്ടപ്പെടുന്ന രീതി ഇത് മാറ്റി എടുക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്ന്. ഇപ്പം മലയാള ഭാഷ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നീങ്ങുന്ന അവസരത്തിലാണ് എഴുത്തച്ഛൻ്റെ രംഗപ്രവേശം. ഇനി മറ്റൊന്നുകൂടെ നോക്കാം. എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് വിദേശികളാണ്. ആ വിദേശികൾ നാട് ഭരിക്കുന്ന അവസരത്തിൽ രാഷ്ട്രീയമായ അന്തർചിന്തനങ്ങളുണ്ടായിരുന്നു. രാജാക്കന്മാർ പരസ്പരം പോരടിക്കുന്ന അതിർത്തികളുടെ പേരിൽ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ അങ്ങനെ പരസ്പരം പോരടിച്ച് തമ്മിൽ തല്ലിച്ചാകുന്ന രംഗം. അപ്പം നാട്ടുകാരായ രാജാക്കന്മാർ തമ്മിലടിക്കുന്ന അവസരത്തിൽ, പോരടിക്കുന്ന അവസരത്തിൽ അവിടെ കൊഴിഞ്ഞു വീഴുന്നത് ഇവിടുത്തെ ദേശീയ ജനതയാണ്. ഈ അവസരം ശരിക്കും മുതലാക്കി ശരിക്കും രണ്ട് ആടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന ചെന്നായിക്കൊണ്ട് അതേ രീതിയിലുള്ള വിദേശികൾ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലുള്ള വിദേശികൾ ശ്രമിച്ചിരുന്നു. ഇതിനെതിരെ ദേശീയ ജനതയെ ഭക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ ഏകോപിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അധ്യാത്മരാമായണം, കിളിപ്പാട്ട് പോലുള്ളതായ കൃതികൾ ഈ രംഗപ്രവേശം ചെയ്തു. അപ്പം ഇങ്ങനെ എല്ലാ തരത്തിലും ജനതയെ ഏകോപിപ്പിക്കാൻ വേണ്ടി, പരസ്പരം പോരടിക്കുന്നവരെ ഏകോപിപ്പിക്കാൻ വേണ്ടി, അതുപോലെ ഭാഷയുടെ ഉന്നമനത്തിന് വേണ്ടി ഭക്തിയിലൂടെ ശക്തി എന്ന ആശയം രംഗപ്പെടുത്തി ബലപ്പെടുത്തിയിട്ട് അത് ശരിക്കും ഈ നാടിനെ അനുഗുണമാക്കി തീർക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റേതായ കാവ്യ സപര്യ ഉപയോഗിച്ചു. രാഷ്ട്രീയ കലാപങ്ങളുടെയും മതപരിവർത്തനത്തിൻ്റെയും അന്തഛിദ്രങ്ങൾക്കിടയിൽ പെട്ടുകിടക്കുന്ന ഈ കേരള ഭൂമിയെ, മലയാള ഭൂമിയെ ഭാരത പൈതൃകത്തിൽ അടിയുറപ്പിച്ച് നിർത്തുവാൻ വേണ്ടി ഭക്തി, ജ്ഞാന,
ധർമ്മമാർഗങ്ങളിലൂടെ അദ്ദേഹം നടത്തിയ അവിരാമമായ കാവ്യസൗന്ദര്യ അദ്ദേഹത്തെ കാലഘട്ടത്തിൻ്റെ ആചാര്യനാക്കി മാറ്റി. നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം അടുത്ത ക്ലാസ്സിൽ ഒരു എപ്പിസോഡിലൂടെ നടത്തിയതിന് ശേഷം മൂന്നാമത്തെ എപ്പിസോഡിലൂടെ നമുക്ക് പാഠത്തിൻ്റെതായ മുഴുവൻ കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്തേ.